ഹലോ, നമ്മളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് വൈറ്റിലാണ് കേട്ടോ. വൈറ്റിൽ നിന്ന് നമ്മളേറ്റവും നിയറസ്റ്റ് നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് എൻ്റെ റൂംമേറ്റ്സ്. ഇത് ഒരാൾ ടിൻസി ചേച്ചി, ഒരാൾ ദീന. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ആ ഒരു ഈവനിങ് ടൈമിലൊക്കെയാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പതുക്കെ ആ ഒരു നല്ല ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ നടന്നിട്ടൊക്കെയാണ്, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കൊച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിൽ നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ. നമ്മൾ എവിടെ ഇറങ്ങിയാലും ആ ഒരു ഡിം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ്. കൊച്ചിയുടെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് കാണാൻ നല്ല ഭംഗിയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഒരു മൂവി ഡിസ്കഷനൊക്കെ നടത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പുഴയുടെ തീരത്താണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. അതിലേറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ആ ഒരു യെല്ലോ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ മമ്മൂക്കാടെ വീട്. അപ്പം മമ്മൂക്ക നമ്മുടെ അയൽവാസിയാണെന്ന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയൊക്കെ പറയാൻ പറ്റും. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ക്യാമറ ഉണ്ട്, ഇനി അപ്പം ഹായ് പറയണം, അതൊരു നിർബന്ധമാണ്. അങ്ങനെ നമ്മളിതാ ടിക്കറ്റ്സൊക്കെ എടുത്തു. ചേച്ചി എന്തൊക്കെയോ കാര്യമായ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് ടിക്കറ്റ്സൊക്കെ എടുക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മളിതാ നമ്മുടെ ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധ കൂടുതൽ കൊണ്ടാന്ന് തോന്നുന്നു, ഇവരിങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് പ്ലാറ്റ്ഫോമും എക്സിറ്റും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതിൻ്റെ ചെറിയൊരു വെപ്രാളമാണ് നിങ്ങൾ ദീനയിൽ കാണുന്നത്. പെട്ടെന്ന് ഓടിപ്പോയി വഴിയൊക്കെ കണ്ടുപിടിച്ച് ദീനത റൂട്ട് മാപ്പൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ നോക്കി പഠിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് നമ്മൾ വന്ന സമയത്ത് തന്നെ ആ ഒരു ട്രെയിൻ അങ്ങ് പോയി കിട്ടി. പിന്നെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇത് ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല ഗൈസ്, നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. പിന്നെ ഒരു സെക്യൂരിറ്റി ചേച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെതാ നമ്മൾ നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം വെയിറ്റിങ്ങിൻ്റെ ഒടുവിൽ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീക്ക് ഡേയ്സ് ആണ്, അതുപോലെ തന്നെ ഓഫീസ് ടൈം കഴിയുന്ന ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. നമ്മുടെ ആ ഒരു മെട്രോയിൽ ആ ഒരു ബ്ലർഡായിട്ടുള്ള ഒരു മിററിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാര്യമായ ഫോൺ വിളികളിലാണെന്ന് തോന്നുന്നു കുറച്ച് എന്തൊക്കെയോ സംസാരിച്ച ദീന ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല, ചെറുതായിട്ടൊരു ഡ്രസ്സ് എടുക്കണം, പിന്നെന്താ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് യൂസ്റ്റേയിലേക്കാണ് കേട്ടോ. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മുടെ യൂസ്റ്റേയിലെത്തി. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റും നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സുമാണ്. കൊച്ചിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഭയങ്കര റേറ്റൊക്കെയാണ്. പക്ഷേ വർത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇത് രണ്ടും കൂടി നമുക്ക് യൂസ്റ്റേയിൽ കിട്ടും. അങ്ങനെതാ നമ്മുടെ ചേച്ചിക്ക് കുറച്ച് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ കൗണ്ടറിലേക്കൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ കളക്ഷൻസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ദീന അവിടെ എന്തൊക്കെയോ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ജീൻ ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാൻഡൽസ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ ബാഗ്സ് ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. സാൻഡൽസിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ സാൻഡൽസ് എടുത്താൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം അത്രയധികം കളക്ഷൻസ് എനിക്കിപ്പോൾ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് നോക്കുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും തോന്നിയത് ഇവിടുത്തെ ഇയറിങ്സിൻ്റെ കളക്ഷൻസാണ്. നല്ല ഭംഗിയുള്ള ഇയറിങ്സാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും നല്ല റേറ്റിൽ, വലിയ ഒരുപാട് കൂടുതലൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല റേറ്റ്സിൽ ഒരുപാട് ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പൗച്ച് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു മേക്കപ്പ് പൗച്ചൊക്കെ ആയിട്ട് വെക്കാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു അടിപൊളി പൗച്ചാണ്. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സ് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എനിക്ക് ഇതാണ് ചേരുന്നതെന്ന്. ആക്ച്വലി എനിക്ക് എല്ലാ ക്യാപ്പും ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിലേതാണ് എനിക്ക് ചേരുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രയത്നത്തിലാണ്.
അപ്പം ഞാനിതിൽ ഏത് ക്യാപ്പാണ് എടുത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ഔട്ട്. ഓക്കെ, അപ്പം നമ്മൾ മിറർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിറർ സെൽഫി നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും നല്ല വെള്ളമൊക്കെ കിടപ്പുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എവിടെ പോകും എന്നുള്ള ചർച്ചയിലായിരുന്നു. ദീന എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈറ്റ്സ് കാണുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ മരത്തിൽ ഇങ്ങനെ ചുറ്റിയത്. അത് നൈറ്റ് ടൈമിലൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പം നമ്മളിതാ അടുത്തതൊരു കോഫി കുടിച്ചാലോ എന്നുള്ള പ്ലാനിൽ നമ്മളൊരു ഷോപ്പ് തേടി പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒക്ടോപ്പസ് കഫേയിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നല്ല രസമുണ്ട്. ആംബിയൻസും സർവീസും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളങ്ങനെ എവിടെ ഇരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നല്ലൊരു പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, ചില്ലായിട്ട് കാമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു സ്പെഷ്യൽ ടീ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് തന്നെ ഒരു മസ്റ്റ് ട്രൈ ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ടീ ഓർഡർ ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇവിടെ തകർത്ത് ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുകയാണ്. ആദ്യം ചേച്ചിയാണ് മോഡലായിട്ട് ഇരിക്കുന്നത്, അതിനുശേഷം ദീന ചേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചിറ്റ് ചാറ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ആ ഒരു കഫേയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു ലൈറ്റിങ്ങിൽ നമ്മുടെ വെഹിക്കിൾസൊക്കെ പോകുന്നത് നല്ല രസമാണ്. വണ്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നത് നമുക്ക് എൻജോയ് ചെയ്ത് നല്ല വീഡിയോസൊക്കെ എടുത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതാക്കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. എനിക്കിങ്ങനത്തെ ഈ ഒരു നൈറ്റ് ടൈം ഒരു ഡിം ലൈറ്റിലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടീ വന്നിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കൊള്ളാം, എനിക്കിഷ്ടമായി. പ്രത്യേകിച്ചൊന്നുമില്ല, അവരുടെ കുറച്ച് നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ എന്ന് പറയുന്ന കുറച്ച് എസൻസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി ടീ ആയിരുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ടീ ഒക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. അവിടെ ഒരു ബോർഡ് കണ്ടോ, നല്ല രസമുണ്ട് റൈറ്റിങ്സ് ഒക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ കൊടുത്ത്, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആൾ വ്ളോഗറാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ അങ്ങനെ കേൾക്കാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ തിരിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ ആദ്യം ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ കയറുകയാണ്. കാരണം എൻ്റെ കയ്യിൽ വലിയ ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറുകയാണ്. അവർ ബാഗേജൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർ പിന്നാലെ വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അവർ വരുന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അപ്പം എന്തൊക്കെയോ കാര്യമായ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അവരെത്തി. അതിന് ശേഷം ഈ തവണയും നമ്മുടെ ട്രെയിൻ വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. വേറെ ആരും തന്നെ ഇല്ല. ആ ഒരു ടൈമിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് ഞാൻ ഒരു നടന്നു വരുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ആ ഒരു ട്രെയിൻ ആ ഒരു ഒപ്പം തന്നെ വന്നു. അപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട വീഡിയോ. അതിനുശേഷം നമ്മളിങ്ങനെ നമ്മുടെ ട്രെയിൻ എത്താൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൻ്റെ ഒടുവിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കോമഡി നടന്നതിൻ്റെയാണ് ഈ ഒരു ചിരിയും ബഹളമൊക്കെ കാണുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് അബദ്ധത്തിൽ ദീന അവിടെ ഇരിക്കുന്ന ആ ഒരു ചേട്ടൻ്റെ മടിയിൽ ഇരിക്കാൻ പോയി, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 പേരും കൂടെ ആയിട്ടാണ് ആ ഒരു മിറർ വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം എപ്പോൾ ക്യാമറ തിരിച്ചാലും അപ്പോൾ ദീന എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ദീനത ഞാൻ ആദ്യം വീട്ടിൽ പോകും എന്നുള്ള മട്ടിൽ ആദ്യം നടന്നിറങ്ങി ഓടുകയാണ്. അതിനുശേഷം ഞാനും ചേച്ചിയും കൂടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തിരിച്ച് എളംകുളം മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ പാട്ടൊക്കെ പാടി കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. ഇപ്പോഴും നമ്മൾ മമ്മൂക്കയുടെ വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടും രാത്രി ആയതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവില്ല. അതിനുശേഷം നമ്മുടെ ഫുട്പാത്തിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ ഇങ്ങനെ സെൽഫ് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഡ്രസ്സല്ലേ ഷാഡോ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴിക്ക് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ദാഹിച്ചത് കൊണ്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ച് നമ്മൾക്കൊരു ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് ഭയങ്കര പരവേശം എടുത്തിരുന്നുകൊണ്ട് തന്നെ ആ ഒരു തണുത്ത ചിൽഡായിട്ടുള്ള ജ്യൂസ് കുടിച്ചപ്പോൾ ഭയങ്കര സമാധാനമാണ്. അതാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്.
അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകാനായിട്ടുള്ള പരിപാടിയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്കും ചേച്ചിക്കും ചെറിയൊരു ഐഡിയ തോന്നി. എന്താണെന്ന് വെച്ചാൽ ചേച്ചി ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് പാടി നോക്കിയാലോ, ലിറിക്സൊക്കെ പഠിച്ചിട്ട് ഒന്ന് പാടി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. 1 2 3 സ്റ്റാർട്ട്. മറഞ്ഞു നിന്നെന്തിരൻ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ പകർന്നു നീ എന്തിനൻ ജന്മകടങ്ങളിലൂടെ വരും പിന്തുടരാൻ നിന്റെ മനസ്സിലുണഞ്ഞു വരും നിന്റെ പ്രസാദം പങ്കിടുവാൻ മഞ്ഞളമോണമൊരോർമ്മയിലായി ഒരു പൊൻതിരിയായി ഞാൻ പൂത്തുണരാ വെള്ളി നില ചില്ലലകൾ കണ്ണീലി തെല്ലണിയും ചന്ദനമോ. അപ്പം നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പാട്ടെന്ന്. അപ്പം നമ്മളിങ്ങനെ രാത്രി റോട്ടിൽ കൂടി പാട്ടൊക്കെ പാടി നിൽക്കുമ്പോൾ ആൾക്കാർ പറയും നമുക്ക് പ്രാന്താണ്. പക്ഷെ നമ്മളതൊന്ന് മൈൻഡ് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് മാത്രം നോക്കുക. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വീട് എത്തിയിരിക്കുകയാണ്. നമ്മളിതിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.